ഗാലക്സീൻ്റെ ഇൻസ്റ്റൻറ്റ് ഹോട്ട് ചോക്ലേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ക്രിസ്മസിൻ്റെ പാർട്ടായിട്ട് ന്യൂ ആയിട്ട് ഇവർ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഹോട്ട് ചോക്ലേറ്റ്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സ്നോമാൻ്റെ ഒരു പിക്ചർ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്തു. ഇത് കാണാനിപ്പോൾ എങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് പോലെ തന്നെയുണ്ട്. ഞാൻ രണ്ട് രീതിയിൽ ഇന്ന് ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഇത് മേക്ക് ചെയ്യേണ്ടത് ഹോട്ട് വാട്ടർ ഒഴിച്ചിട്ടാണ്. ഞാൻ രണ്ടിലും മിക്സ് ചെയ്യുന്നുണ്ട്, ഹോട്ട് മിൽക്കിലും അതുപോലെ ഹോട്ട് വാട്ടറിലും. ഇത് ശരിക്കും ഉണ്ടാക്കേണ്ട രീതി ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 സ്കൂപ്പോ 3 സ്കൂപ്പോ ഹോട്ട് ചോക്ലേറ്റ് കപ്പിലേക്ക് ഇട്ടിട്ട് നല്ല കെറ്റിലിൽ അല്ലെങ്കിൽ ചൂടുവെള്ളം നല്ല തിളപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുക. അപ്പോൾ ഇതിനകത്ത് നല്ലോണം മിക്സ് ആവും. തണുത്ത സാധനം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഹോട്ട് ചോക്ലേറ്റ് ഇതിനകത്ത് മിക്സ് ആവത്തില്ല, മേളിൽ പൊന്തി കിടക്കുള്ളൂ. പിന്നെ അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് ഷുഗറിൻ്റെ ഒരു തുള്ളി പോലും ആവശ്യമില്ല. ഓൾറെഡി ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഹോട്ട് വാട്ടർ ഒഴിച്ചിട്ട് കുടിച്ച് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉള്ളത് പറയാം. ഞാൻ മിൽക്കിൽ ഞാൻ ഈ ഹോട്ട് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട് കുടിച്ചു. അത് സൂപ്പറാണ് കേട്ടോ. ശരിക്കും ഈ ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഒരു വലിയ ഫാനാണ് കേട്ടോ ഞാൻ. സീരിയസ്ലി ഈ ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറയുന്നത്, അതായത് കൊക്കോ പൗഡർ എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരുപാട് ചീത്തയായിട്ടുള്ളതല്ല, ഒരുപാട് ബെനഫിറ്റ് ഉള്ള സാധനമാണ്. നമുക്ക് എനർജി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പിന്, നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ, അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. എനിവേ ഞാൻ ടേസ്റ്റ് ചെയ്തു, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു തുള്ളി പോലും ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. ചെറിയൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഷുഗർ ഉണ്ട്, ആ ഷുഗർ മതി. പിന്നെ ഈ ഹോട്ട് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ, അതായത് നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ ആ ടേസ്റ്റ് ഒക്കെ വരുമ്പം ഇത് അമേസിങ് ആണ്, അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു.